ഹലോ എവ്രി വൺ, വെൽക്കം ടു 99 അക്കാദമി. വരാനിരിക്കുന്ന PSC പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന 60 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം: ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം: ശ്രീനാരായണ ഗുരു. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. രണ്ടാമത്തെ ചോദ്യം: അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം: പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. മൂന്നാമത്തെ ചോദ്യം: ശ്രീലങ്കയിൽ കനത്ത പ്രളയത്തിനിടയാക്കിയ ചുഴലിക്കാറ്റ്. ഈയിടെ ശ്രീലങ്കയിലെ കനത്ത പ്രളയത്തിനിടയാക്കിയ ചുഴലിക്കാറ്റ്. ഉത്തരം: ഡിറ്റുവ ചുഴലിക്കാറ്റ്. ശ്രീലങ്കയിലെ കനത്ത പ്രളയത്തിനിടയാക്കിയ ചുഴലിക്കാറ്റ് ഡിറ്റുവ ചുഴലിക്കാറ്റ്. നാലാമത്തെ ചോദ്യം: 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ഉത്തരം: അഹമ്മദാബാദ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം അഹമ്മദാബാദാണ്. അഞ്ചാമത്തെ ചോദ്യം: കൈസർ ഇ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് സർക്കാരിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം. കൈസർ ഇ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് സർക്കാരിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏതാണ്? ഉത്തരം: ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. കൈസർ ഇ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് സർക്കാരിന് തിരികെ നൽകാൻ ഇടയാക്കിയത് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയാണ്. ആറാമത്തെ ചോദ്യം: തൊഴിലാളി ക്ഷേമം മുൻനിർത്തി വേലക്കാരൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ച നവോത്ഥാന നായകൻ. തൊഴിലാളി ക്ഷേമം മുൻനിർത്തി വേലക്കാരൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ച നവോത്ഥാന നായകൻ. ഉത്തരം: സഹോദരൻ അയ്യപ്പൻ. വേലക്കാരൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത് സഹോദരൻ അയ്യപ്പൻ. ഏഴാമത്തെ ചോദ്യം: രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായിരുന്ന രാജ്ഭവൻ്റെ പുതിയ പേര്. രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ്റെ പുതിയ പേര് എന്താണ്? ഉത്തരം: ലോക് ഭവൻ. രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ്റെ പുതിയ പേര് ലോക് ഭവൻ എന്നാണ്. എട്ടാമത്തെ ചോദ്യം: പെരിയാർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നേതാവ്. പെരിയാർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നേതാവ്. ഉത്തരം: EV രാമസ്വാമി നായ്ക്കർ. പെരിയാർ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ് പെരിയാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. പെരിയാർ എന്നാണ് ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. പെരിയാർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നേതാവ് EV രാമസ്വാമി നായ്ക്കർ. ഒൻപതാമത്തെ ചോദ്യം: മുതുകുളം പ്രസംഗം നടത്തിയ നവോത്ഥാന നായകൻ. മുതുകുളം പ്രസംഗം നടത്തിയ നവോത്ഥാന നായകൻ. ഉത്തരം: മന്നത്ത് പത്മനാഭൻ. മുതുകുളം പ്രസംഗം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? മന്നത്ത് പത്മനാഭൻ. പത്താമത്തെ ചോദ്യം: 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഉത്തരം: ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷ നൽകുന്ന ഭാവികൾ. 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷ നൽകുന്ന ഭാവികൾ. 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. 11ാമത്തെ ചോദ്യം: ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട.
ഇന്ത്യയിലെ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏതാണ്? ഉത്തരം മാനുവൽ കോട്ട, കൊച്ചി. ഇന്ത്യയിലെ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട മാനുവൽ കോട്ട, കൊച്ചിയിലെ മാനുവൽ കോട്ടയാണ് ഇന്ത്യയിലെ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട. പന്ത്രണ്ടാമത്തെ ചോദ്യം, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിനർത്ഥം? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിനർത്ഥം വരുന്നത് മലബാറിൻ്റെ പൂന്തോട്ടം എന്നർത്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസിന് ഉള്ളത്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിനർത്ഥം മലബാറിൻ്റെ പൂന്തോട്ടം. പതിമൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചിരിക്കുന്നത് ആര്? ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചിരിക്കുന്നത് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ. 14ാമത്തെ ചോദ്യം, ദേശീയ ഗാനം പൂർണ്ണമായി ആലപിക്കാൻ വേണ്ടിവരുന്ന സമയം എത്ര? ദേശീയ ഗാനം പൂർണ്ണമായി ആലപിക്കാൻ വേണ്ടിവരുന്ന സമയം എത്ര? ഉത്തരം 52 സെക്കൻഡ്. ദേശീയ ഗാനം പൂർണ്ണമായി ആലപിക്കാൻ വേണ്ടിവരുന്ന സമയം 52 സെക്കൻഡാണ്. 15ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ. 16ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നത്? തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം പണ്ടാരപ്പാട്ട വിളംബരം. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാട്ട എന്നറിയപ്പെട്ടിരുന്നത് പണ്ടാരപ്പാട്ട വിളംബരം. 17ാമത്തെ ചോദ്യം, ഹിമാലയത്തിലെ ഏത് പർവ്വതനിരയുടെ ഭാഗമാണ് കാഞ്ചൻജംഗ? ഹിമാലയത്തിലെ ഏത് പർവ്വതനിരയുടെ ഭാഗമാണ് കാഞ്ചൻജംഗ? ഉത്തരം ഹിമാദ്രി. ഹിമാലയത്തിലെ ഏത് പർവ്വതനിരയുടെ ഭാഗമാണ് കാഞ്ചൻജംഗ? ഹിമാദ്രി. ഉത്തരം ഹിമാദ്രി. 18ാമത്തെ ചോദ്യം, നാഥുലാ ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏവ? നാഥുലാ ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏവ? നാഥുലാ ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയും. നാഥുലാ ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ സിക്കിമിനെയും ടിബറ്റിനെയുമാണ് നാഥുലാ ചുരം ബന്ധിപ്പിക്കുന്നത്. നാഥുലാ ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏവ? സിക്കിം, ടിബറ്റ്. 19ാമത്തെ ചോദ്യം, കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗം? കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ്? കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗം ഉത്തരം മൈറ്റോകോൺട്രിയ. കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗം മൈറ്റോകോൺട്രിയ. 20ാമത്തെ ചോദ്യം, കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല? കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ. 21ാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം? ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. 22ാമത്തെ ചോദ്യം, റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏത്? റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ജർമ്മനി. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല നിർമ്മിച്ചത്. 23ാമത്തെ ചോദ്യം, കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക.
കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണ്. 24-ാമത്തെ ചോദ്യം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആര്? ഉത്തരം സർദാർ KM പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമായിരുന്നത് സർദാർ KM പണിക്കർ. 25-ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല എറണാകുളം. 26-ാമത്തെ ചോദ്യം. ബൊക്കാറ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിക്കപ്പെട്ടത് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്? ബൊക്കാറ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിക്കപ്പെട്ടത് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്? ഉത്തരം റഷ്യ. ബൊക്കാറ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിക്കപ്പെട്ടത് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്? ഉത്തരം റഷ്യ. 27-ാമത്തെ ചോദ്യം. എക്സ്റേ പതിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിക്കുന്നത്? എക്സ്റേ പതിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിക്കുന്നത്? ഉത്തരം ലഡ്. എക്സ്റേ പതിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിക്കുന്നത്? ഉത്തരം ലഡ്. 28-ാമത്തെ ചോദ്യം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? ഉത്തരം ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. 29-ാമത്തെ ചോദ്യം. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? ഉത്തരം മഗ്നീഷ്യം. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മഗ്നീഷ്യം. 30-ാമത്തെ ചോദ്യം. ഹരിതകത്തിൽ കാണപ്പെടുന്ന ലോഹം ഏത്? ഹരിതകത്തിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഉത്തരം മഗ്നീഷ്യം. ഹരിതകത്തിൽ കാണപ്പെടുന്ന ലോഹം മഗ്നീഷ്യം തന്നെയാണ്. 31-ാമത്തെ ചോദ്യം. ഗ്രാനൈറ്റ്, ബസാൾട്ട് തുടങ്ങിയവ ഏത് തരം ശിലകൾക്ക് ഉദാഹരണമാണ്? ഗ്രാനൈറ്റ്, ബസാൾട്ട് തുടങ്ങിയവ ഏത് തരം ശിലകൾക്ക് ഉദാഹരണമാണ്? ഉത്തരം ആഗ്നേയശിലകൾ. ഗ്രാനൈറ്റ്, ബസാൾട്ട് തുടങ്ങിയവ ഏത് തരം ശിലകൾക്ക് ഉദാഹരണമാണ്? ആഗ്നേയശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്, ബസാൾട്ട് തുടങ്ങിയ ശിലകൾ. 32-ാമത്തെ ചോദ്യം. അൽക്കഹരീത് ഏത് പച്ചക്കറിയുടെ ഇനമാണ്? അൽക്കഹരീത് ഏത് പച്ചക്കറിയുടെ ഇനമാണ്? ഉത്തരം പാവൽ. അൽക്കഹരീത് ഏത് പച്ചക്കറിയുടെ ഇനമാണ്? പാവൽ. 33-ാമത്തെ ചോദ്യം. മത്സ്യബന്ധനം താഴെ പറയുന്നവയിൽ ഏത് മേഖലയിൽ പെടുന്നു? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. മത്സ്യബന്ധനം ഇതിലേത് മേഖലയിൽ ഉൾപ്പെട്ടതാണ്? ഉത്തരം പ്രാഥമിക മേഖല. മത്സ്യബന്ധനം പ്രാഥമിക മേഖലയിൽ ഉൾപ്പെട്ടതാണ്. 34-ാമത്തെ ചോദ്യം. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം 2002 86-ാം ഭരണഘടനാ ഭേദഗതി. 2002 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം എന്നത് മൗലികാവകാശമാക്കി മാറ്റിയത്. 2002 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. 35-ാമത്തെ ചോദ്യം. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? ഉത്തരം വിറ്റാമിൻ സി. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി. 36-ാമത്തെ ചോദ്യം. എലിപ്പനിക്ക് കാരണമാകുന്ന രോഗാണു.
എലിപ്പനിക്ക് കാരണമാകുന്ന രോഗാണു ഏതാണ്? ഉത്തരം ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ. എലിപ്പനിക്ക് കാരണമാകുന്ന രോഗാണു ഏതാണ്? ലെപ്റ്റോസ്പൈറ ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണമാകുന്ന രോഗാണു. 37ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 38ാമത്തെ ചോദ്യം, ഇത്തായി ഇത്തായി എന്ന രോഗത്തിന് കാരണമായ മൂലകം. ഇത്തായി ഇത്തായി എന്ന രോഗത്തിന് കാരണമായ മൂലകം കാഡ്മിയം. 39ാമത്തെ ചോദ്യം, ഡോക്ടർ എന്ന വിളിപ്പേരുള്ള പ്രാദേശികവാദം. ഡോക്ടർ എന്ന വിളിപ്പേരുള്ള പ്രാദേശികവാദം ഹർമാറ്റൻ. ഡോക്ടർ എന്ന വിളിപ്പേരുള്ള പ്രാദേശികവാദം ഏതാണ്? ഹർമാറ്റനാണ് ഡോക്ടർ എന്ന വിളിപ്പേരുള്ള പ്രാദേശികവാദം. 40ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് 32ാം വകുപ്പിനെ വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് 32ാം വകുപ്പിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം BR അംബേദ്കർ. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് 32ാം വകുപ്പിനെ വിശേഷിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. 41ാമത്തെ ചോദ്യം, സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത്? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ D. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ D. 42ാമത്തെ ചോദ്യം, തിമിരം ബാധിക്കുന്ന അവയവം. തിമിരം ബാധിക്കുന്ന അവയവം ഏതാണ്? കണ്ണ്. തിമിരം ബാധിക്കുന്ന അവയവം ഏതാണ്? കണ്ണ്. 43ാമത്തെ ചോദ്യം, കേരളത്തിലെ പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? കേരളത്തിലെ പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? ഉത്തരം കൊല്ലം ജില്ലയിൽ. കേരളത്തിലെ പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിൽ. 44ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി. തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? ഉത്തരം റാണി ഗൗരി പാർവതിബായ്. തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് റാണി ഗൗരി പാർവതിബായ്. 45ാമത്തെ ചോദ്യം, തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി. തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. തൃപ്പടിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മ. 46ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം കരിമീൻ. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഏതാണ്? കരിമീൻ. 47ാമത്തെ ചോദ്യം, ISROയുടെ ആദ്യത്തെ സൗരദൗത്യം. ISROയുടെ ആദ്യത്തെ സൗരദൗത്യം ആദിത്യ L01. ISROയുടെ ആദ്യത്തെ സൗരദൗത്യം ഏതാണ്? ആദിത്യ L01. 48ാമത്തെ ചോദ്യം, പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമം കാൽസ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമം എന്താണ്? കാൽസ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമം കാൽസ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ്. 49ാമത്തെ ചോദ്യം, ക്വാർട്സ് ക്രിസ്റ്റൽ രാസപരമായി ഏത് വസ്തുവാണ്? ക്വാർട്സ് ക്രിസ്റ്റൽ രാസപരമായി ഏത് വസ്തുവാണ്? ഉത്തരം സിലിക്കൺ ഡയോക്സൈഡ്. ക്വാർട്സ് ക്രിസ്റ്റൽ രാസപരമായി സിലിക്കൺ ഡയോക്സൈഡ്. 50ാമത്തെ ചോദ്യം, മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന സിന്ധു നദീതട കേന്ദ്രം ഏത്? മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന സിന്ധു നദീതട കേന്ദ്രം ഏത്? ഉത്തരം മോഹൻജദാരോ. മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന സിന്ധു നദീതട കേന്ദ്രം മോഹൻജദാരോ. 51ാമത്തെ ചോദ്യം, തോളിലെ എല്ല് എന്ത് പേരിൽ അറിയപ്പെടുന്നു? തോളിലെ എല്ല് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സ്കാപ്പുല. തോളിലെ എല്ല് അറിയപ്പെടുന്നത് സ്കാപ്പുല.
52ാമത്തെ ചോദ്യം, നാനാവശത്തേക്ക് തിരിക്കാൻ ആവുന്ന ശരീരത്തിലെ സന്ധി. നാനാവശത്തേക്ക് തിരിക്കാൻ ആവുന്ന ശരീരത്തിലെ സന്ധി ഏതാണ്? ഉത്തരം കീലസന്ധി. നാനാവശത്തേക്ക് തിരിക്കാൻ ആവുന്ന ശരീരത്തിലെ സന്ധി കീലസന്ധി. 53ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ലായ സ്റ്റേപ്പിസ് കാണപ്പെടുന്നത് എവിടെ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ലായ സ്റ്റേപ്പിസ് കാണപ്പെടുന്നത് ചെവിയിൽ. ചെവിയിലെല്ലാണ് സ്റ്റേപ്പിസ്. 54ാമത്തെ ചോദ്യം, പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 32. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം 32 ആണ്. 55ാമത്തെ ചോദ്യം, സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഡി. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി. 56ാമത്തെ ചോദ്യം, രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പ്ലാസ്മ. രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്ലാസ്മ. 57ാമത്തെ ചോദ്യം, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെ വിളിക്കുന്നത്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രതിഭാസത്തെ വിളിക്കുന്നത് അപവർത്തനം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം എന്ത് കാരണമാണ്? പ്രകാശത്തിൻ്റെ അപവർത്തനം കാരണമാണ്. 58ാമത്തെ ചോദ്യം, ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ് വളഞ്ഞതായി തോന്നുന്ന പ്രതിഭാസം എന്താണ്? ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞതായി കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന പ്രതിഭാസം കാരണമാണ് ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ് വളഞ്ഞതായി അനുഭവപ്പെടുന്നത്. 59ാമത്തെ ചോദ്യം, ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ്. ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ്. 60ാമത്തെ ചോദ്യം, ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അക്വാസ്റ്റിക്സ്. എന്താണ് അക്വാസ്റ്റിക്സ്? ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്വാസ്റ്റിക്സ്. 60 ചോദ്യങ്ങളാണ് വീഡിയോയിൽ. റിവൈസ് ചെയ്യുക. വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. താങ്ക് യു.